2025 പ്രണയം. പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രണയം ഒരിക്കലും അവസാനമില്ലാത്തൊരു ബുക്ക് പോലാണ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നമുക്കൊരു ആദ്യത്തെ പ്രണയമാണ്. ആദ്യത്തെ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മുടെ അനശ്വരമായ ആദ്യത്തെ അതിനൊരു പ്രത്യേക മണവും ഒരു രസവും ഒരു സുഗന്ധവും എല്ലാം കലർന്നാണ് പ്രണയം. ഇപ്പം ഈ 2025 അതെ ഫെബ്രുവരി 14 വരും പ്രണയിക്കുന്നവരുടെ ദിനം. അങ്ങനെ ഒരു ദിവസം ഞാനും ആഘോഷിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ കുറച്ച് പുറകോട്ട് പോകേണ്ടി വരും. എൻ്റെ പ്രണയം, എൻ്റെ ആദ്യത്തെ പ്രണയം, എൻ്റെയും അവളുടെയും ആദ്യത്തെ പ്രണയം. പരസ്പരം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അതൊന്നും അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. അനുഭവിച്ചറിയണം. ഞങ്ങളുടെ ആദ്യത്തെ പ്രണയത്തിലെ ആദ്യത്തെ വാലന്റൈൻസ് ഡേ ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിക്കണമെങ്കിൽ ഇന്നത്തെ പോലെ അങ്ങനെ ഒരുപാട് പൈസയൊന്നും കയ്യിലില്ല. അന്നത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഡയറി മിൽക്കിൻ്റെ ഒരു ചോക്ലേറ്റാണ്. പക്ഷേ അവൾക്കിഷ്ടം 5 സ്റ്റാറാണ്. അങ്ങനെ ആ വാങ്ങിച്ച 5 സ്റ്റാർ കൊടുക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ സ്കൂളിൻ്റെ ഓരോ സ്ഥലങ്ങളിലും ഞാൻ പോയി നിൽക്കും, അവളെ ഒന്ന് തനിച്ച് കിട്ടാൻ, ഇത് കൊടുക്കാൻ. അങ്ങനെ അവസാനം അവളുടെ വീട്ടിൽ പോകുന്ന വഴിയിൽ ആ വഴിയുടെ വക്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അവൾക്ക് ആ ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ അവിടെ ഒരു സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ പ്രണയത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. ആ പ്രണയം ഒരു വിജയമല്ലായിരുന്നു, തോറ്റുപോയി ഞാൻ എൻ്റെ ആ പ്രണയം. പക്ഷെ ഇന്ന് ഞാൻ ഓർക്കും അവളെ, എൻ്റെ പ്രണയിനി. ഈ 2025 ഇത്രയും അധികം നല്ലോണം പ്രണയിക്കുന്ന കവിതാക്കളുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ വാലന്റൈൻസ് ഡേ. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, അതാണ് നമുക്ക് കിട്ടുന്ന ആകെയുള്ള ഒരു സന്തോഷം.